നല്ല രസമുണ്ട്. എന്നിട്ട് അപ്പേ ഒന്നും ഇങ്ങടേക്ക് നോക്കിയേ. ബിജു വന്നു. ഞാൻ എന്താന്ന് ചോദിച്ചിട്ട് സംസാരിക്കാം. എന്താണ് ബിജുവേ, ഒരു കോൾ അറ്റൻഡ് ചെയ്യുമ്പോ തന്നെ സംസാരിക്കണോ? രാവിലെ മണി 8 ആയിട്ടുള്ളൂ. ഇതിനിടെ രണ്ടാമത്തെ കോളല്ലേ നീ ഇപ്പൊ ചെയ്യണേ? ഓ വെച്ചേക്കാം. ദീപേ ഞാൻ പിന്നെ വിളിക്കാട്ടാ. പറയ്, ബിജുന് എന്താ വേണ്ടേ? ഞാൻ മാർക്കറ്റിൽ പോവാൻ പോവാണ്. ലിസ്റ്റ് തന്നാല് സാധനങ്ങൾ വാങ്ങിട്ട് വരാം. അപ്പൊ ബിജുന് ഓഫീസിൽ പോവണ്ടേ? ആ, രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രണ്ടിനെ വിളിക്കാൻ മറന്നിട്ടില്ല. പക്ഷെ ശ്രീനാരായണ ഗുരുജയന്തിയാണെന്നുള്ള കാര്യം മറന്നൂലേ? ഓ അതാണ്, അരുണിന് ഇന്ന് ക്ലാസ്സിൽ പോണ്ടല്ലോ അല്ലേ? ഓ വന്നേ. ലിസ്റ്റ് തന്നില്ല. അല്ല, അതിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെയാ പറയാ? കുറച്ച് നാളായിട്ട് അടുക്കളയിൽ കയറുന്ന ബിജു അല്ലേ, അപ്പൊ സാധനങ്ങൾ എന്തുട്ടാ വേണ്ടേന്നുള്ളത് ബിജുവിനല്ലേ കൂടുതൽ അറിയാ. ഓ അത് ശരിയാണല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരാഴ്ചത്തേക്കല്ലേ നീ റെസ്റ്റ് ചോദിച്ചത്? ഇപ്പൊ 1 മാസമായല്ലോ. ഇതുവരെ മാറിയില്ലേ നിന്റെ വേദന? ഇല്ല. എവിടെ കാണിക്ക്? അല്ല, സത്യത്തിൽ ഞാൻ എവിടെ വേദന എന്ന് പറഞ്ഞത് മറന്നുപോയില്ലോ. കാലിനായിരുന്നോ നടുവിനായിരുന്നോ? ഒന്ന് മാത്രം ഇപ്പൊ ഓർമ്മയുണ്ട്. അടുക്കളപ്പണിന്ന് രക്ഷപ്പെടാനായിട്ടേ കല്ലൂന് എവിടെയോ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതേ സ്ഥലത്താണ് എനിക്കും വേദന ഞാൻ പറഞ്ഞത്. ഇപ്പൊ കല്ലൂനോട് പോയി അത് എവിടാണെന്നുള്ളത് ചോദിക്കാനും പറ്റില്ലല്ലോ. എന്തുട്ടാ ചെയ്യാ? അല്ല കാണിക്കണില്ലേ? അതെ ബിജുവേ, കല്ലൂന് ഇതേ സ്ഥലത്തല്ലേ വേദന വന്നത്? ഓ അതിന് അതുപോലാണല്ലോ ഇതും. അതിനിപ്പോ എന്താടിയേ? എങ്ങനൊന്ന് രക്ഷപ്പെടും? എന്തുട്ടി പെറുപിറുക്കണേ? അല്ല കല്ലു. അത് പിന്നെയും കല്ലു. മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാണ്. നിന്റെ കാല് വേദനയ്ക്ക് ഞാൻ എന്താണ് അവളുടെ കാല് പോയി നോക്കണോ? കല്ലുവിന്റെ കാല് ബിജു നോക്കണോന്ന് ഈ ബിജുവിന്റെ ഒരു തമാശ. രക്ഷപ്പെട്ടു, ഭാഗ്യം. അപ്പൊ കാലിനാണ് പ്രശ്നം. എന്താ മോനെ? എവിടെയോ എന്തോ തകരാറ് പോലെ. നിനക്ക് തോന്നിയില്ലേ? എനിക്കും. ബിജുവേ, കാലില് പുറമേ കാണാനൊന്നുമില്ലാട്ടാ, പക്ഷെ ഉള്ളിൽ അപ്പടി വേദനയാണ്. എന്നാ വായോ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അത് വേണ്ട, തൈലം അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എവിടുന്നാ? നമ്മുടെ അങ്ങാടിയിലുള്ള വൈദ്യരുടെ. മാത്രല്ല കർക്കിടക മാസത്തിൽ ആയുർവേദം തന്നെയാണ് നല്ലത്. വൈദ്യര് പറഞ്ഞതേ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം എന്നാ. കാലനക്കാനേ പാടില്ല. അത്രയ്ക്ക് പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് വല്ല ഉഴിച്ചിൽ പിഴിച്ചിൽ നടത്തിക്കൂടെ? അതിന്റെ ഒന്നും ആവശ്യമില്ല, തൈലിട്ട് തടയാ പോയിക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ അങ്ങനെയാണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ, നീ പോയിട്ട് ആ തൈലം ഇങ്ങോട്ട് എടുത്തിട്ട് വാ, ഞാൻ തിരുമ്മി തരാം. അല്ല, തൈലം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നീ എന്തിട്ട് ഞാൻ വീഴ്ച നോക്കണേ? ഒന്നുമില്ല, അത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളോണ്ട്. നീ ഇപ്പഴല്ലേ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കണ ഞാൻ കണ്ടത്. അത് എന്താ അറിയില്ല, ഫോൺ വിളിക്കുമ്പോ ഞാൻ എല്ലാ വേദനയും മറക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കണത്. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടോ? ദൈവമേ, പണി പിന്നെയും പാളിയാ. അതരുണേ, നിനക്കൊന്നും പഠിക്കാനില്ലേ? പോയി പഠിക്ക്. ഇത്ര രാവിലെ അവൻ പോയി എടുത്തിട്ട് വരട്ടുടി. അതൊരു കുപ്പിയിലാണ്. കൊച്ചു കുട്ടികളെ കൊണ്ടൊന്നും എടുപ്പിക്കാൻ പറ്റില്ല. എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഇരിക്കണ സ്ഥലം പറയ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, അമ്മ ആരെങ്കിലും ഫോൺ വിളിക്കട്ടെ. അപ്പൊ അമ്മയ്ക്ക് വേദനയൊന്നും അറിയാണ്ട് പോയി എടുത്തിട്ട് വരാൻ പറ്റും. വേദന ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ നടത്തിക്കാൻ പാടില്ല കേട്ടാ. അപ്പൊ പറഞ്ഞോളൂ, സംഭവം എവിടെയാണ്? അത് അലമാരേന്റെ മുകളില്. ബിജു ഇപ്പൊ അവിടെ പോയി നോക്കിയാലൊന്നും കാണില്ലല്ലോ. ഇപ്പൊ എന്തുട്ടാ പറയാ? ഒരു നിമിഷം ബിജു, എങ്ങോട്ട് വന്നേ? എന്തേ? ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എണ്ണ തീർന്നു. തീരെ? എന്ന്? 3-4 ദിവസമായി. എന്നിട്ട് പിന്നെ നീ വാങ്ങിയില്ലേ? ഇല്ല, പോകാൻ കാലുവേദനയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ വാങ്ങാ? ഓക്കെ, അപ്പൊ ഞാൻ മാർക്കറ്റിൽ പോവാൻ എന്തായാലും ഡ്രസ്സ് മാറാൻ പോവാണ് കേട്ടാ. ഞാൻ റെഡി ആയിട്ട് വരുമ്പോഴേക്കുവേ എന്തെണ്ണയാണ് നീ യൂസ് ചെയ്യണേന്ന് വെച്ചാ അതിന്റെ പേര് എഴുതി വെച്ചോളൂ. അതും കൂടി കടയിൽ നിന്ന് വാങ്ങിട്ട് വരാം. സത്യം പറ, അമ്മയ്ക്ക് ശരിക്കും കാലുവേദന ഉണ്ടോ? എന്ത് നീ എന്തിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അല്ല, അമ്മയുടെ ഈ പരവേശമൊക്കെ കണ്ടിട്ടേ പൊതുവെ അമ്മ എന്തെങ്കിലും ഉരുണ്ട് കളിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണിക്കാറേ. പിന്നെ ഞാൻ പെട്ടൂലോ. അമ്മ വിഷമിക്കണ്ട, ഞാൻ അച്ഛനോടൊന്നും പറയാൻ പോണില്ല. കാരണം അറിയോ, നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളോണ്ട് എന്റെ ചക്കര. അതല്ല, എനിക്ക് വായിക്കുരുചായിട്ട് വല്ലതും തിന്നണം എന്നുണ്ട്, അതാണ്. അമ്മേനെ പോലല്ല, അച്ഛനെ പാചകം ചെയ്യാൻ അറിയാം. എന്തൊരു കഷ്ടന്റെ ജീവിതം. വീട്ടുകാരും നാട്ടുകാരും എതിര് നിൽക്കുന്ന മനസ്സിലാക്കാം. കൂടെ നിൽക്കാൻ സ്വന്തം കുട്ടി പോലും ഇല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ വീട്ടിലെ എല്ലാ ജോലിയും പണ്ട് ചെയ്തിരുന്നത് എന്റെ അച്ഛനായിരുന്നു. അമ്മയുടെ ഓരോ പ്രവൃത്തി എന്റെ മനസ്സും എടുത്തിട്ടേ അച്ഛൻ എല്ലാരെയും വിളിച്ചു വരുത്തി.
ഓഫീസിൽ പോണ അച്ഛൻ തന്നെയാണ് എല്ലാ വീട്ടുപണിയും ചെയ്യണേന്ന് കേട്ടിട്ടേ എന്റെ അമ്മയുടെ അച്ഛൻ തന്നെ നല്ല വഴക്കാ കൊടുത്തു. അങ്ങനെ പണി ചെയ്ത് തുടങ്ങിയപ്പോ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഓരോ അടവും കൊണ്ട് വന്നിരിക്കുന്നത്. ദാ മതിയിട്ട നാട്ടുകാരെ കൂടെ അറിയിച്ചത്. കൂടുതൽ മൂച്ചെടുത്താലേ നല്ല കിഴുക്കാ കിട്ടും. എന്നാ ഹായ് പറയാനുള്ള ആള് വന്നോളൂ. ഹായ് റിഥ ഫാത്തിമ. എന്നെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ. ചതിക്കലേമേ, ആ ഡയലോഗ് കേട്ടാലേ